ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 6-ാം അധ്യായം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് 7-ാമത്തെ അധ്യായമാണ്. ഭാഗം 20 ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷിത്ത് ശുകനോട് ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും ഒക്കെ കേട്ടപ്പോൾ വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് യോഗമായാദേവിയിൽ നിന്ന് തന്നെ കൊല്ലുവാൻ അന്തകൻ അവതരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കംസന്റെ ഭൃത്യന്മാരോട് ആലോചിച്ച് ആദ്യം പൂതനയെയാണ് അയക്കുന്നത്. പൂതന വിഷം പുരട്ടിയ ആ മാരടത്തെ ഭഗവാനെ പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവളുടെ പ്രാണനും കൂടി വലിച്ചെടുക്കുന്നു. അങ്ങനെ പൂതനയെ ഭഗവാൻ വധിക്കുന്നു. പക്ഷെ പൂതനയ്ക്ക് മോക്ഷമാണ് കിട്ടുന്നത്. കാരണം ഭഗവാന്റെ സ്പർശനം കൊണ്ട് പരിശുദ്ധിയില്ലാത്ത പൂതന പരിശുദ്ധ ഭൂതമായി മാറി. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കിട്ടുന്നു. അപ്പോൾ തന്റെ ആ ഉദ്യമം പാളിപ്പോയതറിഞ്ഞ കംസൻ അടുത്തതായിട്ട് അയക്കുന്നത് ശകടാസുരനെയാണ്. ശകടാസുരൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷന്റെ പുത്രനായ ഉൽക്കലൻ ആണ്. അവനൊരു മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചപ്പോൾ മഹർഷി അവനെ ശപിച്ചു, നീ ദേഹമില്ലാത്തവനായി തീരട്ടെ. അപ്പൊ അങ്ങനെ അവന്റെ ദേഹം ആർക്കും കാണാൻ സാധിക്കുകയില്ല. അവൻ മായാപ്രയോഗം കൊണ്ട് ഒരു ശകടമായി മാറി ഭഗവാനെ കൊല്ലാൻ വേണ്ടി അവിടെ എത്തുന്നു. അപ്പോൾ ആ സമയം ഭഗവാന് 3 മാസം പ്രായം എത്തിയ ദിവസമായിരുന്നു. അത് എല്ലാ പേരും പണ്ടുള്ളവർ ആഘോഷിക്കും. അത് ഷോഡശ സംസ്കാരത്തിൽ ഉള്ള ഒന്നാണ്. ആ 3 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിനെ വെളിയിൽ കൊണ്ട് കാണിക്കുക. അതായത് കമഴ്ന്ന് വരുന്ന സമയമാണ്. അപ്പൊ കമഴ്ന്ന് തല പൊക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാവും. അപ്പൊ നാട്ടുകാരെയൊക്കെ കുഞ്ഞിനെ കാണിക്കാൻ വെളിയിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ മറ്റു പക്ഷിമൃഗാദികളെയും വൃക്ഷങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കും. അതിന് ഔത്ഥാനികം അല്ലെങ്കിൽ നിഷ്ക്രമണം എന്ന് പറയും. അപ്പൊ അത് ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കും. അപ്പൊ ഭഗവാന്റെ ജന്മനാള് വരുന്ന ആ ദിവസവുമാണ്, ജനിച്ച നാള് വരുന്ന ദിവസവുമാണ്. അപ്പൊ അങ്ങനെ വലിയ ആഘോഷമായിട്ട് അവിടെ നടത്തുകയാണ്. അപ്പോൾ ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കെല്ലാം വസ്ത്രങ്ങളും മറ്റുമെല്ലാം ദാനം ചെയ്തിട്ട് യശോദ എന്ത് ചെയ്തു? കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കിടക്കയിൽ കിടത്തിയിട്ട് മറ്റ് അതിഥികളെ സൽക്കരിക്കാനായി പോയി. ആ സമയത്ത് ഈ ശകടാസുരൻ എന്ത് ചെയ്തു? മായാപ്രയോഗം കൊണ്ട് ഈ കുഞ്ഞിന്റെ കിടക്കയുടെ അടുത്ത് വന്നു. അപ്പൊ ഭഗവാൻ ഉറക്കം നടിച്ച് കണ്ണടച്ച് കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കാല് പൊക്കി കരയുന്ന രീതിയിൽ കരഞ്ഞിട്ട് കാല് പൊക്കി അടിച്ചപ്പോൾ ഈ ശകടം മറിഞ്ഞു വീണു, പൊട്ടി തകർന്നു. അടുത്ത് പിച്ചള പാത്രങ്ങളിൽ പല അന്നങ്ങളൊക്കെ വെച്ചിരുന്നു, അതെല്ലാം പൊട്ടി താഴെ വീണു. അപ്പൊ കുട്ടികൾ എല്ലാവരും ഈ ശബ്ദം കേട്ട് എത്തുമ്പോൾ കുട്ടികൾ പറഞ്ഞു, ഈ കുഞ്ഞാണ് കാലിട്ട് ഈ ശകടത്തിനെ പൊട്ടിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടുകൂടി അവിടെ നോക്കി നിൽക്കുകയും കുഞ്ഞിന് രക്ഷകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ 7-മോऽധ്യായഃ. ശ്ലോകം 1. യേന യേന അവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച ന പ്രഭോ. പദച്ഛേദം. യേന അവതാരേണ ഭഗവാൻ ഹരിഹി
ഈശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നഹ പ്രഭോ. ഇപ്പൊ രാജാവ് പരീക്ഷിത്ത് ശ്രീശുവനോട് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ പല ലീലകളും പറഞ്ഞു കൊടുത്തു, പൂതനാമോക്ഷമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറയാണ്, ഇനിയുള്ള മറ്റ് അവതാരങ്ങളെയൊക്കെ പറഞ്ഞു തരണം. പ്രഭോ, പ്രഭുവായുള്ളവനെ, ഈശ്വര എല്ലാറ്റിനും ശക്തനായ ഹരിഹി, ഹരി മഹാവിഷ്ണുവായ ആ ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളുള്ളവൻ. ആ 6 ഗുണങ്ങളുള്ള ഭഗവാൻ ഏന അവതാരേണ, ഏതേത് അവതാരം കൊണ്ട് ഏതേതു കർമ്മങ്ങൾ കരോതി ചെയ്യുന്നുവോ അവ നഹ ഞങ്ങൾക്കും കർണരമ്യാണി ചെവിക്ക് സുഖത്തെ നൽകുന്നവയും മനോജ്ഞാനി മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവയും ആകുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ഏതേത് അവതാരങ്ങളുണ്ടോ ആ അവതാരങ്ങൾ എന്തൊക്കെ ലീലകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഏന അവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ച ന പ്രഭോ. ശ്ലോകം 2. യത് ശൃണ്വതോ അപൈത്തി അരതിർവിതൃഷ്ണ സത്വം ച ശുദ്ധ്യതിരേണ പുംസഃ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവഹാരം വദമന്യസേ ചേത്. പദച്ഛേദം. യത് ശൃണ്വതഃ, അതാണ് യത് ശൃണ്വതോ. യത് ശൃണ്വതഃ അപൈതി അരതിഹി, അപൈതിഹി, അപൈതി, അതാണ് അപൈത്യരതിർ. അപൈതിഹി അരതിഹി വിതൃഷ്ണ സത്വം ച ശുദ്ധ്യതി അചിരേണ പുംസഃ ഭക്തിഃ ഹരൗ തത്പുരുഷേ ച സഖ്യം തത് ഏവ, തദേവ, തത് ഏവ ഹാരം വദ മന്യസേ ചേത്. യത് ശൃണ്വതഃ, യത് യാതൊന്നിനെ ശൃണ്വതഃ കേൾക്കുന്ന, പുംസഃ പുരുഷന്റെ, അരതിഹി രതി ഇല്ലായ്മയും, അതായത് ശ്രദ്ധ ഇല്ലായ്മയും, അവന് അതിലുള്ള താല്പര്യ ഇല്ലായ്മയും, വിതൃഷ്ണ ച, വിതൃഷ്ണ ച അനേകവിധമായ ഇച്ഛ, വിഷയങ്ങളിലുള്ള ആശ, അപൈതി ഇല്ലാതാകുന്നു. അപ്പൊ ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും നമുക്ക് എന്ത് ചെയ്യും? വിഷയങ്ങളിലുള്ള ആശ ഇല്ലാതാകുന്നു. അതാണ് വിതൃഷ്ണ, അനേകവിധമായ വിഷയങ്ങളിലുള്ള ആശകൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ അപൈതി, ശ്രദ്ധയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ, ആ ഭഗവാനിൽ പ്രേമയില്ലായ്മ ഉണ്ടായാണെങ്കിൽ അതെല്ലാം ഇല്ലാതാകും. അചിരേണ ഉടനെ തന്നെ സത്വം, മനസ്സ് ശുദ്ധ്യതി, ശുദ്ധമാകുന്നു. അപ്പൊ വിഷയങ്ങളിലുള്ള ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ആ വിഷയങ്ങളിലുള്ള ആഗ്രഹം ഇല്ലാതായി ഭഗവാനിൽ തന്നെ പ്രേമം ഉണ്ടാകുന്നു. അപ്പൊ മനസ്സ് എന്ത് ചെയ്യുന്നു? മനഃ സത്വം, സത്വം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സാണ്. ശുദ്ധ്യതി, മനസ്സ് ശുദ്ധമാകുന്നു. ഹരൗ ഹരിയിൽ, ഭക്തി, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിലുള്ള പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. പരമപ്രേമവും തത്പുരുഷേ ഹരിഭക്തനായ പുരുഷനിൽ സഖ്യം ച ഇഷ്ടവും ഉണ്ടാകുന്നു. ഇപ്പൊ ഭഗവാനിൽ പ്രേമം ഉണ്ടാകുന്നു. ഹരിയുടെ ഭക്തന്മാരിൽ അത് താല്പര്യവും ഉണ്ടാകുന്നു. ഹരിഭക്തനായ പുരുഷന് സഖ്യം ച ഇഷ്ടവും ഉണ്ടാകുന്നു. ഹാരം ഹരിയെ സംബന്ധിച്ചതായ തദേവ ആ കഥ തന്നെ മന്യസേ ചേ വിചാരിക്കുന്ന പക്ഷം പിന്നെ പറയണോ? അപ്പോൾ ഹരിയുടെ തന്നെ കഥകൾ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനിൽ ഭക്തി കൂടും. ഇപ്പൊ പൂതനാമോക്ഷമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭഗവാനിൽ ഭക്തി കൂടും, അല്ലേ? ആ പൂതനാമോക്ഷം കഥ, ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത കഥ, അവൾ ആ ഭഗവാനെ കൊല്ലാനുള്ള ആഗ്രഹത്തോടെ വന്നതെങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? അവൾക്ക് മോക്ഷമാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഭഗവാനിലുള്ള ഭക്തി നമുക്ക് വർദ്ധിക്കും.
അപ്പോ ഭക്തി കൂടാനുള്ള പ്രഥമ മാർഗം എന്താണ്? ഭഗവാനിലുള്ള ആ കഥ, ഭഗവാന്റെ കഥയുടെ ശ്രവണമാണ്. അപ്പൊ ശ്രവണമാണ് നവവിധ ഭക്തിയിൽ ഒന്നാമത്തെ മാർഗം. അപ്പൊ ആ ഭക്തി സാധനത്തിൽ ഒന്നാമത്തെ മാർഗം ശ്രവണമാണ്. അപ്പൊ ആദ്യം ഈ ഭക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് മുക്തി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ കഥ ശ്രവണത്തിൽ മനസ്സിരുത്തണം. ഭഗവാന്റെ കഥകൾ എവിടെയൊക്കെ കേൾക്കുന്നുവോ അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. അപ്പൊ മാത്രമേ ആ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് പിന്തിരിയുള്ളൂ. ശ്ലോകം 2 ഒന്നുകൂടെ വായിക്കാം. യക്ഷന്നതോപൈതി അരൈർവിതൃഷ്ണ സത്വം ച ശുദ്ധ്യതേന പുംസ ഭക്തിർഹരൗ തത്പുരുഷേ ച സഖ്യം തദേവകാരം വദമന്യസേചേ. ശ്ലോകം 3. അധന്യതപി കൃഷ്ണസ്യ തോകാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതിം അനുരുന്ധതഃ. അഥ അന്യത് അപി കൃഷ്ണസ്യ തോകാചരിതം അദ്ഭുതം മാനുഷം ലോകം ആസാദ്യ തത് ജാതിം അനുരുന്ധതഃ. അഥ ഉടനെ മാനുഷം ലോകം, മനുഷ്യലോകത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് തജ്ജാതി ആ ജാതിയെ അനുരുന്ധതഃ അനുകരിക്കുന്ന കൃഷ്ണസ്യ കൃഷ്ണന്റെ അത്ഭുതം ആശ്ചര്യകരമായ അന്യത് അഭി വേറെയുള്ള തോകാചരിതം ഭഗവാന്റെ ആ ബാലലീലകളെ കഥയാ പറയണമേ. അപ്പോ മനുഷ്യൻ, നമുക്കൊരു മനുഷ്യജന്മമാണ് കിട്ടിയിരിക്കുന്നത്. മനുഷ്യജന്മത്തിന്റെ ആ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? മോക്ഷപ്രാപ്തിയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ തിരിച്ചെത്തണം. അപ്പൊ അതിനുള്ള ആദ്യത്തെ പടിയാണ് ഭഗവാന്റെ ആ കഥകൾ കേൾക്കുക, ശ്രവണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനായി ജനിച്ച ആർക്കും ഭഗവാന്റെ കഥകൾ കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ അത്ഭുതകരമായ മറ്റു കഥകളെ കൂടെ തോകാചരിതം കഥയാ പറയണമേ എന്ന് പറയുകയാണ്. ശ്ലോകം 3. അധാന്യതപി കൃഷ്ണസ്യ തോകാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജ്ജാതി അനുരുന്ധതഃ. അപ്പൊ മനുഷ്യ ലോകത്തെ പ്രാപിച്ച് മനുഷ്യർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ ഒരുങ്ങിയ. അപ്പൊ കൃഷ്ണൻ മനുഷ്യരൂപം എടുത്തു, മനുഷ്യർ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുകയാണ്. എന്നാൽ അതിൽ അതിശയമുണ്ട്, ഭഗവാന്റെ ലീലകളുമുണ്ട്. അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ബാലചരിതം പറഞ്ഞു തരണം. ശ്ലോകം 4. ശ്രീശുക ഉവാചാം കഥാചിത് ഔദ്ധാനിക കൗതുകാപ്ലവേ ജന്മർഷയോഗേ സമവേദയോഷിതാം വാദിത്രഗീത ദ്വിജമന്ത്രവാചകൈ ചകാരസൂനോർ അഭിഷേചനം സദീ. കഥാചിത് ഔദ്ധാനിക കൗതുക ആപ്ലവേ ജന്മർഷയോഗേ സമവേദയോഷിതാം വാദിത്ര ഗീത ദ്വിജ മന്ത്ര വാചകൈഹി ചകാര സൂനോഹോ അഭിഷേചനം സദീ. അന്വയാർത്ഥം നോക്കാം. കഥാചിത് ഒരിക്കൽ ഔദ്ധാനിക കൗതുകാപ്ലവേ ഔദ്ധാനിക സംബന്ധമായ ഉത്സവ സ്നാനാരംഭത്തിൽ. ഔദ്ധാനികം എന്ന് പറഞ്ഞാൽ ഷോഡശ സംസ്കാരത്തിൽ ഒന്നാണ്. അപ്പോ അത് 16 സംസ്കാരങ്ങൾ. കുട്ടി ജനിച്ച ഉടനെ ആദ്യം എന്ത് ചെയ്യും? അതിന്റെ ജാതകർമ്മങ്ങളൊക്കെ നടത്തും. അത് കഴിഞ്ഞു. ഇനി 3 മാസം പ്രായമായപ്പോൾ ഔദ്ധാനികം നിഷ്ക്രമണം എന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ കുട്ടി 3 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? കമഴ്ന്ന് തുടങ്ങും. കമഴ്ന്ന് തല ഉയർത്തും. അപ്പോൾ രക്ഷകർത്താക്കൾക്ക് സന്തോഷമാവും. അപ്പൊ അതുവരെ അധികം ആൾക്കാരെ ഒന്നും കുട്ടിയെ കാണിച്ചുകൂടാന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും അവിടെ നന്ദഗോപർക്ക് താമസിച്ചാണ് ഒരു കുട്ടി ഉണ്ടായത്. അപ്പൊ എല്ലാവരും വന്ന് ആഘോഷിച്ച് അങ്ങനെയാണല്ലോ പൂതനയും അവിടെ എത്തിയത്. അപ്പൊ ഈ കുട്ടിയെ വെളിയിൽ കാണിക്കാൻ, അതായത് മറ്റാൾക്കാരെ കാണിക്കാനും അതുപോലെ തന്നെ പ്രകൃതിയിലെ വൃക്ഷങ്ങളെയും പക്ഷി മൃഗാദികളെയൊക്കെ കാണിക്കാനുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ അത് വലിയ ആഘോഷമായിട്ട് നടത്തും.
ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് മന്ത്രമൊക്കെ ചൊല്ലിക്കും. അതുപോലെ കുറെ ആൾക്കാരെയൊക്കെ വിളിക്കും. അവർക്കെല്ലാം അന്നദാനവും കൊടുക്കും, വസ്ത്രങ്ങള്, അതുപോലെ ബ്രാഹ്മണർക്ക് പശുക്കളെയൊക്കെ ദാനം ചെയ്യും. അങ്ങനെയുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ അങ്ങനെ ആ ഔദ്ധാനിക ഉത്സവം അതൊരു ഉത്സവമായിട്ട് ആഘോഷിക്കും. അപ്പൊ കുട്ടിയെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. കുളിപ്പിച്ച് ഒരുക്കും. ആൾക്കാർ വരികയല്ലേ, എല്ലാ ദിവസവും കുളിപ്പിക്കും. പക്ഷെ അന്നത്തെ ദിവസം കുട്ടിയെ കുളിപ്പിച്ച് നല്ലോണം ഒരുക്കും. ജന്മർഷയോഗ, അന്ന് ജന്മനക്ഷത്രവും വന്നിരിക്കുകയാണ്. ആ 3 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ജന്മനക്ഷത്രവും എത്തി. സമവേദ യോഷിത, അപ്പൊ കുട്ടികളുടെ എല്ലാം സ്ത്രീകൾ, യോഷിത സ്ത്രീകളുടെ എല്ലാം മധ്യത്തിൽ വെച്ച് സതി പതിവ്രതയായ യശോദ എന്ത് ചെയ്തു? വാദിത്ര ഗീത ദിജ മന്ത്രവാചകൈ. അപ്പൊ വലിയ ആഘോഷമാണല്ലോ, വാദ്യങ്ങൾ, പാട്ടുകൾ, ബ്രാഹ്മണരുടെ മന്ത്രോച്ചാരണങ്ങൾ, ഇവയോടുകൂടി സൂനോഹ പുത്രന്റെ അഭിഷേചനം, ആ കുളിപ്പിക്കുന്ന ചടങ്ങ് ചെയ്തു. അപ്പൊ എല്ലാവരും മന്ത്രങ്ങള്, ബ്രാഹ്മണര് മന്ത്രം എല്ലാം ചൊല്ലും. പിന്നെ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കും. ആ സമയത്താണ് ഈ കുട്ടിയെ കുളിപ്പിക്കുന്നത്. അത് ജന്മനക്ഷത്രവും കൂടെ വന്ന ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെ ഔദ്ധാനികമെന്ന അല്ലെങ്കിൽ നിഷ്ക്രമണമെന്ന ആ ചടങ്ങ്, ആ ഉത്സവം ആഘോഷിക്കുകയാണ്. അപ്പൊ കുട്ടിയെ യശോദ എല്ലാവരുടെ ഇടയിൽ വെച്ച് കുളിപ്പിക്കുന്നു. ശ്രീ ശുഗവാച ശ്ലോകം 4. കഥാചിത് ഔദ്ധാനിക കൗതുകാപ്ലവേ ജന്മർഷയോഗേ സമവേദയോഷിതാം വാദിത്രഗീത ദ്വിജമന്ത്രവാചകൈ ചകാരസൂനൂർ അഭിഷേചനം സദീ. ശ്ലോകം 5. നന്ദസ്യ പത്നീം കൃതമഞ്ജനാദികം വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈഃ അന്യാദ്യവാസ ശ്രക് അഭീഷ്ടധേനുഭിഃ സംജാത നിദ്രാക്ഷം അശീഷയത് പദച്ഛേദം. നന്ദസ്യ പത്നി കൃത മഞ്ജനാധികം വിപ്രൈഹി കൃത സ്വസ്ത്യ അയനം സുപൂജിതൈഹി അന്നാദി വാസ ശ്രത് അഭീഷ്ട തേനുഭിഹി സംജാത നിദ്രാക്ഷം അശീഷയത് ശനൈഹി അശീഷയത് ശനൈഹി എന്നാണ്. ഇച്ഛ എന്നുള്ള സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അശീഷയത് ശനൈഹി. കൃത മജ്ജനാധികം, അപ്പൊ എണ്ണ തേച്ച് കുളിപ്പിക്കുകയും എല്ലാമൊക്കെ ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരുടെയും മുമ്പ് വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. എണ്ണയും മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണ്. കൃതമഞ്ജനാധികം. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അന്ന ആദി വാസ, അന്നം വസ്ത്രം, ശ്രഗ് മാല, അഭീഷ്ട തേനുഭി പശു മുതലായ ഇഷ്ട സാധനങ്ങളെ കൊണ്ട് സുപൂജിതൈ നന്നായി പൂജിക്കപ്പെട്ട വിപ്രൈഹി ബ്രാഹ്മണരാൽ കൃതസ്വസ്ഥേന ചെയ്യപ്പെട്ട രക്ഷാബന്ധനാദികളോടുകൂടി. അപ്പൊ കുട്ടിക്ക് രക്ഷകൾ ചെയ്യാൻ വേദമന്ത്രങ്ങളൊക്കെ ബ്രാഹ്മണർ ജപിക്കും. പിന്നെ അവർക്ക് ഇഷ്ടവസ്തുക്കളെല്ലാം ദാനം ചെയ്യും. സംജാത നിദ്രാക്ഷ, അപ്പൊ കുട്ടി എന്ത് ചെയ്തു? ഇതൊക്കെ ചെയ്തപ്പോ കുട്ടിക്ക് ഉറക്കം വന്നു. ഉറക്കം തൂങ്ങുന്ന കണ്ണുകളോടുകൂടിയ കുട്ടിയെ നന്ദസ്യ പത്നി, നന്ദന്റെ ഭാര്യ യശോദ ശനൈഹി മെല്ലെ അശീഷയത് കിടത്തി, മെല്ലെ കിടക്കയിൽ കിടത്തി. അപ്പൊ കുട്ടി ഈ കുളിപ്പിച്ച്, അത് എണ്ണ തേച്ച് കുളിപ്പിച്ച് മഞ്ഞയൊക്കെ തേച്ച് ഈ ആൾക്കാരുടെ ഇടയിൽ വാദ്യഘോഷങ്ങളും ബ്രാഹ്മണർ മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞപ്പോ കുട്ടി ഉറക്കം തൂങ്ങി. അതായത് കുട്ടിക്ക് ഭഗവാൻ ഉറക്കം നടിച്ചതാണല്ലേ. അപ്പൊ അങ്ങനെ കുട്ടിയെ കുളിപ്പിച്ചിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് കുട്ടിക്ക് ഉറക്കം വരികയാണെന്ന് വിചാരിച്ച് നന്ദന്റെ ഭാര്യ എന്ത് ചെയ്തു? പട്ടുമെത്തയിൽ കൊണ്ടുവന്ന് കുട്ടിയെ മെല്ലെ കിടത്തി. ശ്ലോകം 5 ഒന്നുകൂടെ വായിക്കാം. നന്ദസ്യ പത്നീം കൃതമഞ്ജനാധികം വിപ്രൈകൃത സ്വസ്ത്യയനം സുപൂജിതൈഃ അന്നാദ്യവാസഷ്ടകഭീഷ്ടധേനുഭിഃ സംജാത നിദ്രാക്ഷം അശീഷനൈഃ. ശ്ലോകം 6. ഔത്ഥാനിക ഔത്സുക്യമനാമനസ്വിനി സമാഗതാൻ
പൂജയതി വ്രജൗകസഃ നൈവാശ്രണോദ്വൈരുതിരം സുതസ്യ സാ രുദൻ സ്തനാർത്തി ചരണാവുദക്ഷിപ. പദച്ഛേദം. ഔത്താനിക ഔത്സുക്യമന മനസ്സിനി സമാഗതാൻ പൂജയതി വ്രജൗകസഃ ന ഏവ അശ്രുണോത് ന ഏവ അശ്രുണോത് വൈ രുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്തി ചരണൗ ഉദക്ഷിപത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കുട്ടിയെ കിടക്കയിലൊക്കെ കിടത്തി ഔത്ഥാനിക ഔത്സുക്യമാന, ഔത്ഥാനികം എന്ന ഉത്സവത്തിൽ ആ കുട്ടിയെ വെളിയിലൊക്കെ കൊണ്ട് കാണിക്കുന്ന ആ ഉത്സവത്തിൽ ഏറ്റവും ഉത്സാഹമുള്ള മനസ്സോടുകൂടിയ ഔത്സുക്യമന മനസ്സിനി സ, ആ ഉദാരചിത്തയായ അവൾ, അതായത് യശോദ, സമാഗത വന്നിരിക്കുന്ന വ്രജൗകസ വ്രജവാസികളെ സൽക്കരിക്കുകയാണ്. പൂജയതി പൂജിക്കുന്നവളായിട്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെല്ലാം അതിഥി സൽക്കാരം നടത്തണമല്ലോ. അപ്പൊ യശോദ ആ കുട്ടിയെ കുളിപ്പിച്ച്, കുട്ടിക്ക് ഉറക്കം വന്നപ്പോൾ എന്ത് ചെയ്ത് കുട്ടിയെ പതുക്കെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മറ്റുള്ളവരെ, അതിഥികളെ ശ്രദ്ധിക്കാൻ, അവരെ സൽക്കരിക്കാനായി സുതസ്യ പുത്രന്റെ രുദിത. അപ്പോ ആ സമയം പുത്രൻ അവിടെ കിടന്ന്, കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞു. അപ്പോ യശോദ എന്ത് ചെയ്തു? ഈ ആൾക്കാരെ, അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ ഇടയിൽ ന അശ്രണോത് ഏവ വൈ, അത് കേട്ടതേയില്ല. കുഞ്ഞിതിന്റെ ഇടയ്ക്ക് കരഞ്ഞു യശോദ, പക്ഷേ അത് കേട്ടില്ല. കാരണം അതിഥികളെ സൽക്കരിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നല്ലോ. അപ്പൊ അവരെയൊക്കെ ആ സൽക്കരിക്കുന്നതിന്റെ തിരക്കിൽ യശോദ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതേയില്ല. സ്തനാർത്ഥി മുലപ്പാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നവനായി രുദൻ കരയുന്നവനായിട്ട് ചരണവും കാലുകളെ ഉദക്ഷിപത് പൊക്കി. കാലുകളെ, കൊച്ചു കുഞ്ഞല്ലേ, മലർന്നു കിടന്ന എന്ത് ചെയ്യും? കാലുകൾ രണ്ടിനെയും പൊക്കി ഉറക്കെ കിടന്ന് കരഞ്ഞു. പക്ഷേ യശോദ ഇത് കേട്ടില്ല. കുട്ടിക്ക് പാല് വേണമെന്ന് തോന്നി, കുട്ടി കരയുകയാണ്, കാല് രണ്ടും പൊക്കി കിടന്ന് കരയുകയാണ്. പക്ഷേ അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ ഇടയിൽ യശോദ ഇത് കേട്ടില്ല. ശ്ലോകം 6 ഒന്നുകൂടെ വായിക്കാം. ഔത്ഥാനിക ഔത്സുക്യ മനാമനസിനി സമാഗതൻ പൂജയതി വ്രജൗകസഃ നൈവാശ്രണോത് വൈരുതിരം സുതസ്യ സാ രുദൻ സ്തനാർത്തി ചരണാ ഉദക്ഷിപത്. ശ്ലോകം 7. അധശയനാസ്യ ശിശോരനോൽപക പ്രവാളമൃദ്വംഗ്രി ഹതം പ്രവർത്തത വിധ്വസ്ത നാനാരസകൂപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂബരം. പദച്ഛേദം. അധഃ ശയനാസ്യ ശിശോഃ അനഃ അൽപക പ്രവാള മൃദു അംഘ്രി, അതാണ് മൃദു അംഘ്രി ഹതം വ്യവർത്തത വിധ്വസ്ത നാനാ രസ കൂപ്യ ഭാജനം വ്യത്യസ്ത ചക്ര അക്ഷ വിഭിന്ന കൂബരം. അപ്പൊ കുട്ടിയെ കിടത്തിയതിന്റെ അടുത്തായിട്ട് അധശയനാസ്യ, കീഴ്ഭാഗത്ത് കിടക്കുന്ന കുട്ടിയുടെ അല്പപ്രവാള മൃദു അംഗ്രിഹതം. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ, ഈ കുട്ടിയുടെ അടുത്ത് തന്നെ എന്ത് ചെയ്തു? മായാപ്രയോഗിയായ ഈ ശകടാസുരൻ ആ ശകടത്തിന്റെ രൂപത്തിൽ അവിടെ വന്നു. അപ്പൊ മറ്റാർക്കും ഇത് കാണാൻ പറ്റുകയില്ല. അപ്പൊ ശകടാസുരന് മായാപ്രയോഗം ഉള്ളതുകൊണ്ട് ആ കുട്ടിയുടെ കട്ടിലിന്റെ അടുത്ത് വന്നു. അപ്പൊ ഈ ശകടം വലിയ ശകടം ആയതുകൊണ്ട് കുട്ടി താഴെ കിടക്കുകയാണ്. അധശയനാസ്യ, കീഴ്ഭാഗത്ത് കിടക്കുന്ന കുട്ടിയുടെ അല്പപ്രവാള മൃദു അംഗ്രിഹതം. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? ശകടത്തിന്റെ അധോ ഭാഗത്ത് തൊട്ടിലിൽ കിടക്കുകയാണ്. അപ്പോ ആ കുട്ടിയുടെ കാലടിച്ച്, ഇപ്പൊ ശകടാസുരൻ ആ കുട്ടിയുടെ കിടക്കുന്നതിന് മുകളിലുമായിട്ട് വന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? കാല് രണ്ടും പൊക്കി കരഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഈ കാല് കൊണ്ട് ഒറ്റ തട്ട്. അപ്പൊ കാലടിയാൽ
ആ ശകടം പൊടിഞ്ഞുപോയി, പൊടിയായിപ്പോയി. ഖനിക്കപ്പെട്ടതായ അല്പക പ്രവാള മൃദു അംഗ്രിഹത, അല്പപ്രമാണമായി മൃദുവായിരിക്കുന്ന കാലടിയാൽ, ഭഗവാന്റെ ആ കാൽപാദങ്ങൾ, യോഗിമാർക്ക് പോലും ദർശിക്കാൻ കഴിയാത്ത ആ കാൽപാദങ്ങൾ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ശകടത്തിനെ തട്ടി എറിഞ്ഞു. അനഹ എന്ന് പറഞ്ഞ ശകടമാണ്, വണ്ടി. വിധ്വസ്ത നാനാരസ കുപ്യഭാജനം. അപ്പൊ അവിടെ എന്ത് ചെയ്തു? കുറെ അതിന്റെ അടുത്തായിട്ട് പാത്രങ്ങളില് രസങ്ങളൊക്കെ നിറച്ച് അവിടെ വച്ചിരുന്നു. പലവിധ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിറച്ച് വച്ചിരുന്നു. പിച്ചള പാത്രങ്ങളിൽ നിറച്ചു വച്ചിരുന്നു. ഈ ശകടം പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്തു? ആ അല്പ ദൂരെ ഇരുന്ന പാത്രങ്ങളെല്ലാം കൂടെ മറിഞ്ഞ് അതെല്ലാം പൊട്ടി വീണു. അതാണ് വിധ്വസ്ത, അതായത് നശിപ്പിക്കപ്പെട്ട. നാനാരസകുപ്യഭാജനം, അനേകവിധ രസങ്ങൾ നിറച്ച ആ പിച്ചള പാത്രങ്ങളോടും, അപ്പം ആ പിച്ചള പാത്രങ്ങളും പൊട്ടിപ്പോയി. വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. അപ്പൊ ആ വണ്ടിയുടെ ആണെങ്കിലോ വ്യത്യസ്തങ്ങളായ ചക്രങ്ങളോടും അക്ഷങ്ങളോടും അച്ചുതണ്ടോടും ഭേദിക്കപ്പെട്ട യുഗന്ധരങ്ങളോടും കൂടി വണ്ണം. അപ്പൊ അതിന്റെ ആ വണ്ടിയുടെ ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്തു? പൊട്ടിത്തെറിച്ച് അടുത്തിരുന്ന ആ പിച്ചള പാത്രത്തിൽ പലവിധ ഭക്ഷ്യ സാധനങ്ങളൊക്കെ വച്ചിരുന്നു. അതെല്ലാം കൂടെ പൊട്ടി തകർന്ന് അവിടെ വീണു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ശബ്ദം. അപ്പോൾ ശകടരൂപത്തില് അസുരൻ മറഞ്ഞിരുന്നതാണ്, മായാപ്രയോഗിയാണ്. അപ്പൊ അസുരനെ മറ്റാർക്കും കാണാൻ സാധിച്ചില്ല. അപ്പൊ ഭഗവാൻ കാണാനല്ലോ, ഭഗവാൻ ത്രികാലജ്ഞാനിയില്ലേ, ഭഗവാൻ എല്ലാം അറിയാമല്ലോ, സർവജ്ഞനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഈ വേല, ആ അസുരന്റെ ആ മായാപ്രയോഗം എല്ലാം ഭഗവാൻ ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് ഭഗവാന് പാല് ആവശ്യമില്ലെങ്കിലും പാല് വേണമെന്നുള്ള രീതിയിൽ കാല് പൊക്കി, കാല് അടിച്ച്, കാല് പൊക്കി അടിച്ച് കരഞ്ഞത്. അപ്പൊ കരഞ്ഞപ്പോൾ ഈ ശകടം അങ്ങ് മറിഞ്ഞു, പൊട്ടി തകർന്നു. മറിഞ്ഞു മാത്രമല്ല, പൊട്ടി തകർന്നു പോയി. അപ്പോ എല്ലാ പേരും അവിടെ ഭയപ്പെട്ടിരിക്കുകയാണ്. അല്ലെ, ഭഗവാനെ എന്താണ് സാധിക്കാൻ പറ്റാത്തത്? അപ്പോ നരസിംഹാകൃതിയിലെ നരസിംഹമായിട്ട് അവതരിച്ച ഘോര രൂപമായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഭഗവാൻ കുഞ്ഞാണ്. ഈ കുഞ്ഞ്, അപ്പൊ ഈ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കുഞ്ഞായിട്ട് ബാലലീലകൾ കാണിക്കുകയാണ്. അപ്പൊ ആ ബഹുകാര്യങ്ങൾ നടത്താൻ ഭഗവാൻ സമർത്ഥനാണ്. ഭഗവാൻ പൂർണ്ണാവതാരമാണ്. ഭഗവാൻ എന്ത് വേണോ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആ മറഞ്ഞു വന്ന ആ അസുരനെ, അങ്ങനെ ആ ശകടാസുരനെ വധിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവന്റെ മായാപ്രയോഗമെല്ലാം ഭഗവാന് പെട്ടെന്ന് മനസ്സിലാവും. ഭഗവാൻ കരയുന്ന രീതിയിൽ കാല് പൊക്കി കാലെടുത്ത് ഒരെറി. അപ്പൊ കാല് ഇതിൽ വന്ന് ഇടിച്ച് ആ ശകടം എന്ത് ചെയ്തു? പൊട്ടി തകർന്ന് ശകടാസുരന് അങ്ങനെ വധിക്കപ്പെടുന്നു ഭഗവാനാൽ. മാത്രമല്ല അടുത്തുള്ള പിച്ചള പാത്രങ്ങളെല്ലാം തകർന്ന് പോയി. അപ്പോഴാണ് ഭയങ്കര ശബ്ദമുണ്ടായത്. ശ്ലോകം 7. അധശയനാസ്യ ശിശോരനോൽപക പ്രവാള മൃദ്വംഗൃഹതം വ്യവർത്തത വിധ്വസ്ത നാനാരസകുപ്യഭാജനം വ്യത്യസ്ത ചക്രാക്ഷ വിഭിന്ന കൂപരം. ശ്ലോകം 8. ദൃഷ്ട്വാ യശോദാ പ്രമുഖാ വ്രജസ്ത്രിയാ ഔധാനികേ കർമ്മണിയാ സമാഗത നന്ദാദയാ ചാത്ഭുത ദർശനാകുല കഥം സ്വയം വൈ ശകടം വിപര്യഗാത്. പദച്ഛേദം. ദൃഷ്ട്വാ യശോദ പ്രമുഖ വ്രജസ്ത്രിയഃ ഔധാനികേ കർമ്മണി യാഃ സമാഗതാഃ നന്ദാദയഃ ച അദ്ഭുത ദർശന ആകുലാഃ കഥം സ്വയം വൈ ശകടം വിപര്യഗാത്. അപ്പോൾ ഈ ഔദ്ധാനിക ഉത്സവത്തിൽ വന്നു ചേർന്നവരൊക്കെ അതിശയിച്ചു പോയി. ഇതെന്തോ ശബ്ദമാണ്, ഇതെവിടുന്ന് ഈ ശബ്ദം വന്നു? അപ്പൊ നന്ദനും ഗോപന്മാരും എല്ലാം ഇത് കണ്ടിട്ട് അത്ഭുതം പരതന്ത്രരായി. അതായത് ഇതാ ഒരു ശകടം, ഇത് എവിടുന്ന് വന്നതെന്തോ. യശോദ കുഞ്ഞിനെ അവിടെ ആ തൊട്ടിൽ അല്ലെങ്കിൽ ആ കട്ടിൽ കിടത്തിയപ്പോൾ അവിടെ ഒരു ശകടവും കണ്ടില്ല. ഇപ്പൊ അതാ ഒരു ശകടം വന്നിരിക്കുന്നു, അതതാ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള പാത്രങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. എല്ലാവരും
ഇത് ഓടി അവിടെ കൂടി, കുട്ടിയെയും വണ്ടിയെയും ഒക്കെ ചുറ്റും വളഞ്ഞു നിന്നു. ഇതെന്താണ് അത്ഭുതം എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. ദൃഷ്ട്വാ യശോദ പ്രമുഖാക, യശോദ മുതലായവരും ഔദ്ധാനികെ, ഈ ഉത്സവത്തില്, ഔദ്ധാനിക ഉത്സവത്തിൽ കർമ്മത്തിൽ യാഗാസമാഗത, ആരൊക്കെ ഉത്സവത്തിൽ വന്നു ചേർന്നവരായ വ്രജസ്ത്രീയ ഗോപസ്ത്രീകളും നന്ദാദയ നന്ദൻ മുതലായ ഗോപന്മാരും ദൃഷ്ടുവ ഇത് കണ്ടിട്ട് അത്ഭുത ദർശനാകുല, ആശ്ചര്യമായ കാഴ്ച കണ്ട് പരവശരായി. ശകടം വണ്ടി സ്വയം വൈ താനേ തന്നെ കഥം വിപര്യക, എങ്ങനെ മറിഞ്ഞു വീണു, ഈ വണ്ടി എങ്ങനെ പൊട്ടി ഇവിടെ വീണു, വണ്ടി എവിടുന്ന് വന്നു, വണ്ടി എവിടെ പൊട്ടി, എങ്ങനെ പൊട്ടി വീണു, അവരതിശയിച്ചു നിൽക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ. ദൃഷ്ട്വാ യശോദ പ്രമുഖ വ്രജസ്ത്രീയ ഔദ്ധാനികേ കർമ്മണിയാ സമാഗതാഃ നന്ദാദയാ ചാത്ഭുത ദർശനാകുല കഥം സ്വയം വൈ ശകടം വിപര്യക. ശ്ലോകം 9. ഓജർ അവ്യവസ്ഥിതമതീൻ ഗോപാൻ ഗോപീഷ്ട ബാലകാഃ രുദതാ അനേന പാദേന ക്ഷുപ്തം ഏതത് ന സംശയഃ. ഊജുഹു അവ്യവസ്ഥിത മദീൻ ഗോപാൻ ഗോപീഃ ച ബാലകാഃ രുദതാ അനേന പാദേന ക്ഷിപ്തം ഏതത് ന സംശയഃ. ഊജുഹു, അവിടെയുള്ള കുട്ടികൾ പറയുകയാണ്, ബാലക ഊജുഹു എന്താണ്? അവ്യവസ്ഥിതമതി, തീർച്ചപ്പെടുത്താൻ കഴിയാത്തവരായ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരായ ഗോപന്മാരോടും ഗോപികളോടും ബാലകാക കുട്ടികൾ ഊജു പറഞ്ഞു. അപ്പൊ അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന്. അപ്പൊ മറ്റുള്ളവർ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഗോപന്മാരും ഗോപികളോടും പറയുകയാണ്, രുദത കരയുന്ന അനേന ഇവനാൽ, കരയുന്ന ഈ കുട്ടിയാൽ പാദേന കാൽ കൊണ്ട് ഇത് ക്ഷിപ്തം, ഇത് തകർക്കപ്പെട്ടു. അപ്പൊ കുട്ടി കരഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ ഇതാ വണ്ടി പൊട്ടിപ്പോയി. എന്നാ സംശയമൊന്നുമില്ല, ഞങ്ങൾ കണ്ടതാണ്. കുട്ടികൾ പറയാണ്, ഞങ്ങൾ കണ്ടതാണ്, ഇതാ ഇവൻ കരഞ്ഞു കാലിട്ടടിച്ചപ്പോൾ ഇതാ വണ്ടി പൊട്ടിപ്പോയി എന്ന് കുട്ടികൾ പറയും. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആരും അത് വിശ്വസിക്കില്ല. എല്ലാവരും അതിശയത്തോടെ നിൽക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ. ഓജരവ്യവസ്ഥിതമദീൻ ഗോപാൻ ഗോപീശ്ച ബാലകാഃ രുദതാനേന പാദേന ക്ഷിപ്തം ഏതത് ന സംശയഃ. ശ്ലോകം 10. നതേ ശ്രദ്ധതിരേ ഗോപാ ബാലഭാഷിതമിത്യുദാ അപ്രമേയം ബലം തസ്യ ബാലകസ്യ ന തേ വിദുഃ. ന തേ ശ്രദ്ധതിരേ ഗോപാഃ ബാലഭാഷിതം ഇതി ഉദാ അപ്രമേയം ബലം തസ്യ ബാലകസ്യ ന തേ വിദുഃ. തേ ഗോപാഃ, ആ ഗോപന്മാർ ബാലഭാഷിതം ഇതി ഉദാ, കുട്ടികളുടെ വാക്കെന്ന് കരുതി. ആ കുട്ടികൾ പറയണതില്ലേ, ഇവരെ വിചാരിച്ച് ഇവരൊന്നും കണ്ടു കാണൂല, കുട്ടികൾ വെറുതെ പറയുന്നതാണ് എന്ന് കരുതി ന ശ്രദ്ധതിരി, അതൊന്നും ശ്രദ്ധിച്ചില്ല, കുട്ടികൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇവന്റെ കാല് തട്ടിയാണ് ഈ ശകടം മറിഞ്ഞത് എന്ന് പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല, അത് ശ്രദ്ധിച്ചുമില്ല. തസ്യ ബാലകസ്യ, ആ കുട്ടിയുടെ അപ്രമേയം, ഊഹിക്കാൻ കഴിയാത്ത ബലം, ശക്തിയെ അവർ നാവിതു, അറിഞ്ഞില്ല. അവർക്ക് അറിഞ്ഞൂടല്ലോ ഇത് ഭഗവാനാണെന്ന്. അപ്പൊ ഈ ഭഗവാന്റെ ശക്തിയെ പറ്റി അവർക്കൊന്നും അറിഞ്ഞൂടാ. ആ ഒരു കുട്ടിയുടെ കാല് തട്ടി വണ്ടി മറിയുകയോ ഇവിടുത്തെ പാത്രങ്ങൾ പൊട്ടുകയോ വണ്ടി പൊട്ടുകയോ ഇതൊന്നും സാധ്യമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഈ ഭഗവാന്റെ ആ ശക്തിയെക്കുറിച്ച് ഇത് ഭഗവാനാണെന്നറിയാതെ അവരാരും കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ചേയില്ല. ശ്ലോകം 10. നതേ ശ്രദ്ധതിരേ ഗോപ ബാലഭാഷിതം ഇത്യുദ അപ്രമേയം ബലം തസ്യ ബാലകസ്യ ന തേ വിദുഃ. ശ്ലോകം 11. രുദന്തം സുതമാദായ യശോദാഗ്രഹശങ്കിത കൃതസ്വസ്തേനം വിപ്രൈ സൂക്തൈസ്തനം അപായയത്. രുദന്തം സുതം ആദായ യശോദ ഗൃഹശങ്കിത കൃത സ്വസ്തി അയനം വിപ്രൈഹി സൂക്തൈഹി സ്തനം അപായയത്.
യശോദ എന്ത് ചെയ്തു? യശോദ ഗൃഹശങ്കിത, ഗൃഹബാധയാണ്, കുട്ടിക്ക് എന്തോ ദോഷം ബാധിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച് രുദന്തം, കരയുന്ന സുത, പുത്രനെ ആദായ എടുത്തിട്ട്, യശോദ എന്ത് ചെയ്തു? കുട്ടിയെ സുതം ആദായ, കുട്ടിയെ എടുത്തിട്ട് വിപ്രൈഹി, ബ്രാഹ്മണരാൽ സൂക്തങ്ങൾ കൊണ്ട് കൃതസ്വസ്തേനം, അവർക്ക് ആ കുട്ടിക്ക് രക്ഷാബന്ധനമൊക്കെ ചെയ്തു. ബ്രാഹ്മണരെ വരുത്തി രാക്ഷസ പിശാചാദി ബാധകൾ നശിപ്പിക്കുന്നതിന് ശക്തിയുള്ള പുരുഷ സൂക്തം കൊണ്ട്, അത് പുരുഷ സൂക്തം തുടങ്ങിയ മന്ത്രങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്തു? കുട്ടിക്ക് രക്ഷാബന്ധനം ചെയ്യിപ്പിച്ചു. എന്നിട്ട് യശോദ എന്ത് ചെയ്തു? അവനെ സ്തനം അപായ മുല കുടിപ്പിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് കുട്ടിക്ക് രക്ഷയൊക്കെ ചെയ്തു. കുട്ടിക്ക് എന്തോ ഭൂത പ്രേത ബാധയുണ്ടെന്ന് അവർ വിചാരിച്ചു. ഉടനെ ബ്രാഹ്മണരെ കൊണ്ട് അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു. ബ്രാഹ്മണർ പുരുഷ സൂക്തവും മറ്റു ഭൂത പ്രേത പിശാചാദികൾ ഉണ്ടാകാതിരിക്കാനുള്ള കവചമന്ത്രങ്ങളുമെല്ലാം രക്ഷാബന്ധനമൊക്കെ ചെയ്തു. രുദന്തം സുതമാദായ യശോദാ ഗൃഹശങ്കിത കൃതസ്വസ്തേനം വിപ്രൈ സൂക്തൈസ്തനമപായയത്. ശ്ലോകം 12. പൂർവവത് സ്ഥാപിതം ഗോപൈർ ബലിഭിः സപരിച്ഛദം വിപ്രാ ഹുത്വാ അർച്ചയാ ചക്രോർ ദത്യക്ഷത കുശാംബുഭിः. പദച്ഛേദം. പൂർവവത് സ്ഥാപിതം ഗോപൈः ബലിഭിः സപരിച്ഛദം വിപ്രാ ഹുത്വാ അർച്ചയാ ചക്രുഹു ദധി അക്ഷത കുശ അംബുഭിഹി. ബലിഭിഹി, ബലവാന്മാരായ ഗോപൈഹി, ഗോപന്മാരാൽ പൂർവവർ, മുമ്പത്തെ പോലെ സപരിച്ഛദം, ആവശ്യമായ സാധനങ്ങളോട് സ്ഥാപിതം, സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ അതായത് കുട്ടിക്ക് രക്ഷ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഗോപന്മാർ കൊണ്ടുവന്നു. പൂജാദ്രവ്യങ്ങൾ, നിവേദ്യങ്ങൾ എല്ലാം കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? വിപ്ര ബ്രാഹ്മണർ ദധി അക്ഷ കുശാംബുഭി, ദധി തൈർ, അക്ഷത ഉണക്കലരി, കുശ ദർഭ, അമ്പു ജലം, ഇവ കൊണ്ട് ഹുത്വ ഹോമിച്ചിട്ട് അർച്ചയാ ചക്രു പൂജിച്ചു. അപ്പോ കുട്ടിക്ക് പദാർത്ഥങ്ങള്, പൂജാദ്രവ്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് കൊണ്ടുവന്നു. എല്ലാം കൊണ്ട് ബ്രാഹ്മണർ ഒരു പൂജ നടത്തി. കുട്ടിക്ക് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബ്രാഹ്മണർ അവിടെ പൂജ നടത്തി. ഭഗവാന്റെ മാഹാത്മ്യം ബ്രാഹ്മണർക്ക് അറിഞ്ഞൂടല്ലോ. ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയാത്ത ഗോപന്മാരും ബ്രാഹ്മണരും കുട്ടിക്ക് വേണ്ട രക്ഷകളെല്ലാം ചെയ്തു. പൂർവവത് സ്ഥാപിതം ഗോപൈർ ബലിഭിः സപരിച്ഛദം വിപ്രാഹുത്വാർച്ചയാൻ ചക്രൂർ ദത്യക്ഷ കുശാംബുഭിः. ശ്ലോകം 13. യേ അസൂയാനൃത ദംഭേർ ഈർഷ്യാ ഹിംസാ മാനാ വിവർജിതാഃ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ. യേ അസൂയ അനൃത ദംഭേ ഈർഷ്യ ഹിംസ മാന വിവർജിതാഃ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഃ. അപ്പോ ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയാതിരുന്ന ഗോപന്മാർ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അന്യന്മാർക്കുള്ള ഗുണദോഷത്തെ ആരോപിക്കുന്നതായ അസൂയൊന്നും അവർക്കില്ല. പിന്നെ അനൃത, കള്ളം പറയുന്ന, അനൃതം എന്ന് വെച്ചാൽ കള്ളം പറയുന്നത്, ഇല്ലാത്തതിനെ പറയുന്ന ആ സ്വഭാവം ഇല്ല. പിന്നെ അനൃത ദംഭം എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ നടത്തുന്നതിനാണ് ദംഭം എന്ന് പറയുന്നത്. ആ ദംഭം ഇല്ല അവർക്ക്. ഈർഷ്യ അവര് മറ്റ് പരഗുണത്തെ സഹിച്ചുകൂടാ. ഈർഷ്യ ചിലർക്കുണ്ട്, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളൊന്നും സഹിക്കാൻ പറ്റൂല. അതാണ് ഈർഷ്യ എന്ന് പറയുന്നത്. ഈർഷ്യ. ഹിംസ എന്ന് വെച്ചാൽ ഇവിടെ പരപീഡനം, അന്യരെ ഉപദ്രവിക്കുന്നത്.
മാനം, താൻ ശ്രേഷ്ഠൻ എന്നുള്ള വിചാരം എന്നീ വിധം ദോഷങ്ങൾ ഇല്ലാത്തവരാണ് നന്ദൻ തുടങ്ങിയവർ. ഇല്ലാത്തവർയെ ആരോ സത്യശീലാന യഥാർത്ഥ ഭാഷണം സ്വഭാവമായിരിക്കുന്ന തേഷാം അവരാൽ കൃത ചെയ്യപ്പെട്ട ആശിഷ അനുഗ്രഹങ്ങൾ വിഫലാന അത് നിഷ്ഫലം ആവുകയില്ല. അപ്പൊ ഇവർക്ക് അന്യന്മാർക്കുള്ള ഗുണദോഷങ്ങളൊന്നും ഇല്ലാത്ത വിപ്രന്മാരും അതുപോലെ തന്നെ ഈ നന്ദഗോപാദികളും എല്ലാം എന്ത് ചെയ്തു? അവർ അനുഗ്രഹങ്ങൾ ഈ കുട്ടിക്ക് ചെടിഞ്ഞു. അപ്പൊ അത് ഒരിക്കലും നിഷ്ഫലമാകില്ല. കാരണം ഇവരെല്ലാം ശുദ്ധ മനസ്കരാണ്. പണ്ടത്തെ ബ്രാഹ്മണരെ കുറിച്ചാണ് പറയുന്നത്. പണ്ടത്തെ ബ്രാഹ്മണർ, പണ്ടത്തെ ഗോപന്മാർ അവരെല്ലാം ശുദ്ധ മനസ്കരാണ്. അപ്പൊ ശുദ്ധ മനസ്കർ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും വിഫലമാവുകയില്ല. ഏ അസൂയാനിർദംഭേർ ഈർഷ്യ ഹിംസമാന വിവർജിതാഹ ന തേഷാം സത്യശീലാനാം ആശിഷോ വിഫലാകൃതാഹ. ശ്ലോകം 14. ഇതി ബാലകമാദായ സാമൈർയജുർ ഉപാകൃതൈഃ ജലൈ പവിത്ര ഔഷധിഭിർ അഭിഷിച്യ ദ്വിജോത്തമൈഃ. ഇതി ബാലകം ആദായ സാമ ഇർഗ് യജുഹു ഉപാകൃതൈഃ ജലൈഃ പവിത്ര ഔഷധഭിഃ അഭിഷിച്യ ദ്വിജോത്തമൈഃ. അപ്പോ ബ്രാഹ്മണർ എന്തു ചെയ്തു? ഇത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് ബാലകം കുട്ടിയെ ആദായ എടുത്ത് സാമ ഇർഗ് യജു ഉപാകൃത, സാമം ഇർഗ് യജുസ് മുതലായ മന്ത്രങ്ങൾ കൊണ്ട്, സാമവേദത്തിൽ ഋഗ്വേദത്തിൽ യജുർവേദത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ച് പവിത്ര ഔഷധി പരിശുദ്ധമായ ഔഷധങ്ങൾ കലക്കിയ ജലൈഹി ജലം കൊണ്ട് ദ്വിജോത്തമൈ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പൊ കുട്ടിക്ക് ബ്രാഹ്മണർ എന്ത് ചെയ്തു? യജുസ് സാമം തുടങ്ങിയ വേദമന്ത്രങ്ങളും കൊണ്ട് ജപിച്ചിട്ട് പിന്നെ ഔഷധങ്ങൾ കലക്കിയ ജലം കൊണ്ട് കുട്ടിയെ അഭിഷേകം ചെയ്തു. ഇതി ബാലകമാദായ സാമൈർഗജുരുപാകൃതൈഃ ജലൈ പവിത്ര ഔഷധിഭിഃ അഭിഷിച്യ ദ്വിജോത്തമൈഃ. ശ്ലോകം 15. വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപസമാഹിതഃ ഹുത്വാ ചാഗ്നിം ദ്വിജാദിഭ്യഃ പ്രാദാദന്നം മഹാഗുണം. വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപഃ സമാഹിതഃ ഹുത്വാ ച അഗ്നിം ദ്വിജാദിഭ്യഃ പ്രാദാത് അന്നം മഹാഗുണം. വാചയിത്വ സ്വസ്ത്യയനം, സ്വസ്ത്യയനം വാചയിത്വ പുണ്യാഹത്തെ വാചയിത്വ പറഞ്ഞിട്ട് അഗ്നിയെ ഹുത്വ ഹോമിച്ചിട്ട് സമാഹിത നന്ദഗോപ മനസമാധാനത്തോടുകൂടി നന്ദഗോപർ എന്ത് ചെയ്തു? ദ്വിജാദിഭ്യ ബ്രാഹ്മണാദികൾക്കായിക്കൊണ്ട് മഹാഗുണം നല്ല ഗുണങ്ങളുള്ള ഷഡ്രസയുക്തമായ അന്നം ഭക്ഷണത്തെ പ്രാതാത് കൊടുത്തു. അപ്പൊ കുട്ടിക്ക് പുണ്യാഹമൊക്കെ ചെയ്തു, ഹോമമൊക്കെ ചെയ്തു, സ്വസ്തി മന്ത്രങ്ങളെല്ലാം പറഞ്ഞു, കുട്ടിയെ ഔഷധ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. എന്നിട്ട് നന്ദഗോപർ എന്ത് ചെയ്തു? ബ്രാഹ്മണർക്ക് രസ ഷഡ്ഗുണ യുക്തമായ ഭക്ഷണം നല്ല പൃഷ്ടാന്നം തന്നെ കൊടുത്തു, പ്രാതാത് കൊടുത്തു. വാചയിത്വാ സ്വസ്തേനം നന്ദഗോപ സമാഹിതഃ ഹുത്വാ ചാഗ്നിം ദ്വിജാദിഭ്യഃ പ്രാദാദന്നം മഹാഗുണം. ശ്ലോകം 16. ഗാവ സർവഗുണോപേതോ വാസശ്രത് രുക്മമാലിനീഃ ആത്മജ അഭ്യുദയാർത്ഥായ പ്രാദാത്തെ ചാന്വയുഞ്ജതാം. ഗാവഃ സർവഗുണോപേതാം, ഗാവഃ സർവഗുണോപേതാഃ വാസഃ ശ്രഗ് രുക്മമാലിനീഃ.
ആത്മജ അഭ്യുദയാർത്ഥായ പ്രാതാത് തേ ച അന്യയുഞ്ചത സർവഗുണോപേതാഹ സകല ഗുണങ്ങൾ ഉള്ളവയും വാസഹ ഷഗ് രുക്മമാലിനി വാസം എന്ന് വെച്ചാൽ വസ്ത്രം, രുക്മമാലിനി പൂമാല, സ്വർണമാല കൊണ്ട് അലങ്കരിച്ച ഗാവഹ പശുക്കൾ, പൂക്കളും സ്വർണമാലയൊക്കെ കൊണ്ട് അലങ്കരിച്ച പശുക്കളെ ആത്മജ അഭ്യുദയാർത്ഥായ തന്റെ പുത്രന്റെ അഭിവൃദ്ധിക്ക് ആയിക്കൊണ്ട് പ്രാത. ഇപ്പൊ ബ്രാഹ്മണർക്ക് ആ സ്വർണം കൊണ്ട് അലങ്കരിച്ച പശുക്കളെ കൊടുക്കുന്നത് നല്ലതാണ്, കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. അവരും അന്വയിച്ചത അനുഗ്രഹിച്ചു. അപ്പൊ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്തു? നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നല്ല പശുക്കളെ, നല്ല പാലുള്ളതും ലക്ഷണം തികഞ്ഞതുമായ പശുക്കളെ, സ്വഭാവ ഗുണങ്ങളുള്ള പശുക്കളെ വിശേഷ വസ്ത്രം, പൂമാല, സ്വർണമാല എന്നുകൊണ്ടൊക്കെ അലങ്കരിച്ച് ആ പശുക്കളെ എന്ത് ചെയ്തു? പുത്രന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ്. അപ്പൊ ബ്രാഹ്മണർ എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചു, കുട്ടിയെ അനുഗ്രഹിച്ചു. ശ്ലോകം 16. ഗാവ സർവഗുണോപേത വാസസ്രഗ്രുക്മമാലിനീഹി ആത്മജാഭ്യുദയാർത്ഥായ പ്രാതാത്തെ ചാന്വയുഞ്ചതാം. ശ്ലോകം 17. വിപ്രാമന്ത്രവിദോ യുക്ത സ്ഥൈര്യാ പ്രോക്താസ്തദാശിഷ താ നിഷ്ഫല ഭവിഷ്യന്തി ന കദാചിദഭിസ്ഫുടം. വിപ്രാഹ മന്ത്രവിദഃ യുക്താഃ തൈഃ യാഃ പ്രോക്താഃ തഥാ ആശിഷഃ താഃ നിഷ്ഫലാഃ ഭവിഷ്യന്തി ന കദാചിത് അപി സ്ഫുടം. വിപ്രാഹ ബ്രാഹ്മണർ മന്ത്രവിദഃ മന്ത്രങ്ങളെ അറിയുന്നവരും യുക്താഹ ഭഗവത് ഭക്തന്മാരും ആകുന്നു. തൈഹി അവരാൽ പ്രോക്താഹ പ്രയോഗിക്കപ്പെട്ട പറയപ്പെട്ട യാ ആശിഷ ഏതൊരു ആശിഷുകളും അനുഗ്രഹങ്ങളും താഹ അവ കഥാചിതപി ഒരിക്കലും നിഷ്ഫല ഫലമില്ലാത്തവയായി ന ഭവിഷ്യന്തി ഭവിക്കുകയില്ല. സ്ഫുടം സ്പഷ്ടമാണ്. പണ്ടത്തെ ബ്രാഹ്മണർ അനുഗ്രഹം ചൊരിഞ്ഞാൽ അത് ഒരിക്കലും നിഷ്ഫലം ആവുകയില്ല. അവർ വേദം പഠിച്ചവരാണ്, പിന്നെ മന്ത്രങ്ങൾ അറിയുന്നവരാണ്, ഭഗവാനെ ഉപാസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണർ ഈ മാതിരി അനുഗ്രഹങ്ങൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഇത് ഒരിക്കലും നിഷ്ഫലമായി വരികയില്ല. അപ്പൊ ആ അനുഗ്രഹങ്ങളെല്ലാം ഫലിക്കും എന്ന് അതിന്റെ അർത്ഥം. ശ്ലോകം 17. വിപ്രാമന്ത്രവിദോ യുക്ത സ്ഥൈര്യാ പ്രോക്ത സ്തദാശിഷ താ നിഷ്ഫല ഭവിഷ്യന്തി ന കഥാചിത് അഭിസ്ഫുടം. അപ്പൊ അങ്ങനെ കുട്ടിയെ എല്ലാവരും അനുഗ്രഹിച്ചു. അപ്പൊ നമ്മളിവിടെ കണ്ടത് എന്താണ്? ശകടാസുര വധമാണ്. ഭഗവാൻ ശകടാസുരനെ വധിക്കുന്നു. അപ്പൊ ഇതിന്റെ ആന്തരിക അർത്ഥം എന്താണ്? ശകടം എന്ന് പറഞ്ഞാൽ ശരീരം, ആ നമ്മുടെ ശരീരമാണ്. അപ്പൊ ഭഗവാൻ കാലുകൊണ്ട് ശകടത്തെ തട്ടിമറിച്ചിട്ടു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞപ്പോൾ എന്താണ്? ഭഗവാന്റെ കാല് ആ നമ്മുടെ ശരീരത്തിൽ തട്ടുകയാണ്. തട്ടുമ്പോൾ എന്താ? നമ്മുടെ ആ ശരീരബോധത്തെ ഭഗവാൻ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരബോധം അകറ്റി മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് തിരിക്കണം എന്നുള്ള ആന്തരിക അർത്ഥവും കൂടെ ഇതിലുണ്ട്, ഈ ശകടാസുര വധത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെ കംസൻ അയച്ച ശകടാസുരനെ ഭഗവാൻ വധിക്കുന്നു. അപ്പൊ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ആ ഭഗവാൻ ആ നമ്മുടെ ശകടം എന്ന് പറഞ്ഞ ശരീരമാണ്. ആ ശരീരബോധത്തെ ഭഗവാന്റെ കാലുകൊണ്ട് തട്ടുമ്പോൾ ശരീരബോധം ഇല്ലാതാകുന്നു. അങ്ങനെ ശരീരബോധം ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? ആ മനസ്സിലെ ദുശ്ചിന്തകളൊന്നും കാണൂല, മനസ്സ് ഭഗവാനിലേക്ക് തിരിയുന്നു. അപ്പൊ എല്ലാവരും അങ്ങനെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് വേണം തിരിക്കേണ്ടത് എന്നുള്ള അർത്ഥവും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഈ ഭാഗം നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ സനാതന. ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമസ്തുതേ. ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമസ്തുതേ. വിശ്വനായക വിഷ്ണു നമസ്തുതേ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.